നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ചാഴൂർ ഗ്രാമീണ നാടകവേദിയുടെ നാടകോത്സവം സമാപിച്ചു. അഴീക്കോട് മുനയ്ക്കൽ മുസ്ലിസ് ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഡയാലിസിസ് കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും നടത്തി. തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. വാർത്തകളെ വിശദമായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച് ഒഴിയണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. 14 അംഗ ഭരണസമിതിയിൽ 5 അംഗങ്ങൾ മാത്രമുള്ള LDF പഞ്ചായത്ത് ഭരണം തുടരുന്നതിൽ എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ഉള്ളതെന്ന് UDF അംഗങ്ങൾ ചോദിച്ചു. BJP അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ CPM പഞ്ചായത്ത് ഭരണസമിതി ആ പിന്തുണ ഉണ്ടെന്ന് പരസ്യമായി പറയാൻ തയ്യാറാകണം. CPM BJP സഖ്യമാണ് പഞ്ചായത്ത് ഭരണം നടത്തുന്നതെങ്കിൽ അത് പരസ്പരം സമ്മതിക്കാനും തുറന്നു പറയാനും CPMഉം BJPയും തയ്യാറാകണം. UDF അംഗങ്ങളായ P. വിനു, ബിന്ദു പ്രദീപ്, റസീന ഖാലിദ്, ശ്രീദേവി മാധവൻ, CS മണികണ്ഠൻ, KR ദാസൻ എന്നീ മെമ്പർമാരാണ് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ പഞ്ചായത്ത് കമ്മിറ്റിയാണ്. ഭൂരിപക്ഷമില്ലാതെ UDFന് 6 സീറ്റും LDFന് 5 സീറ്റും. എന്നിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഭൂരിപക്ഷമുള്ള UDF നിലനിൽക്കെ ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുകയും അജണ്ട വായിച്ച് അത് അംഗീകരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതിനെ പ്രതിഷേധ സൂചകമായിട്ടാണ് ഞങ്ങൾ വാക്കൗട്ട് നടത്തിയിട്ടുള്ളത്. ചാഴൂർ ഗ്രാമീണ നാടകവേദിയുടെ ആഭിമുഖ്യത്തിൽ 5 ദിവസമായി നടന്നു വന്നിരുന്ന നാടകോത്സവം സമാപിച്ചു. തിങ്കളാഴ്ച ആലപ്പുഴ ജയചന്ദ്രൻ തകഴിക്കാരൻ അവതരിപ്പിച്ച ജോസഫിന്റെ റേഡിയോ, പ്രശാന്ത് നാരായണൻ സംവിധാനം ചെയ്ത മഹാരസികൻ ക്ലബ്ബ് വല്ലച്ചിറ അവതരിപ്പിച്ച നവരാഷ്ട്രകഥ എന്നീ നാടകങ്ങൾ അരങ്ങേറി. ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിക്കുന്ന 2 നാടകങ്ങളും കാണികൾക്ക് പ്രിയപ്പെട്ടതായി. ഇതോടനുബന്ധിച്ച് നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നരിപ്പറ്റ രാജു, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, TV ബാലകൃഷ്ണൻ, ഷൈജു അന്തിക്കാട്, BA ബെന്നി, KV ഇന്ദുലാൽ എന്നിവർ സംസാരിച്ചു. മലയാളികൾ മറ്റ് തൊഴിൽ രംഗത്തെ പോലെ തന്നെ അന്വേഷിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് എനിക്കൊരു ചോദ്യമായി പറയാനുണ്ട്. കാരണം ഞങ്ങൾ നാടകക്കാരെ എപ്പോഴും അവനൊരു നാടകക്കാരൻ, അവങ്ങനെ നാടകം കളിച്ച് നടക്കും എന്നാണ് ജനറലി പറയുക. പക്ഷെ ഞങ്ങളും മനുഷ്യരല്ലേ, ഞങ്ങളും ചോര നീരുള്ള ജീവികളല്ലേ. ആ രീതിയിൽ കൺസിഡർ ചെയ്യപ്പെട്ടതേ ഇല്ല ഒരു 3 കൊല്ലം എന്നത് പറയാതിരിക്കാൻ വയ്യ. അത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ വീണ്ടും നാടകോത്സവങ്ങൾ, നാടക മത്സരങ്ങളല്ല, നാടകോത്സവങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അഴീക്കോട് മുനയ്ക്കൽ മുസ്ലിസ് ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഡയാലിസിസ് കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും നടത്തി. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. നാടിന് അന്യമായിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരികോത്സവങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്നും ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ ഡയാലിസിസ് കിറ്റ് വിതരണം മാതൃകാപരമാണെന്നും ഷംസീർ പറഞ്ഞു. നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നടക്കുന്ന ശ്രമമാണ് വർഗീയത. ആ വർഗീയത ഈ രാജ്യത്ത് കടത്തിവിടാൻ ശ്രമിക്കുന്നു. ആ വർഗീയത കടത്തിവിടാൻ ശ്രമിക്കുന്ന ലക്ഷ്യം ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ വർഗീയതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ നാട് നേരിടുന്ന പ്രശ്നം ദാരിദ്ര്യമാണ്. നിങ്ങൾ അറിയേണ്ടത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള പട്ടിണി സൂചിക, അത് ഇന്ത്യയുടെ സ്ഥാനത്തിന് 161. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. ET ടൈസൺ MLA, എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, നടനും മിമിക്രി കലാകാരനുമായ രാജാ സാഹിബ്, ബാലതാരം ഡാവിഞ്ചി,
ആടുജീവിതം നജീബ്, ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്, വ്യവസായി MK നവാസ്, ആസ്റ്റർ മെഡിസിറ്റി CEO ഡോക്ടർ നളന്ദ ജയദേവ്, ആസ ഗ്രൂപ്പ് MD CP സാലിഖ്, ഇന്റഗ്രേറ്റഡ് IT ഡെവലപ്മെന്റ് സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സഫീർ, അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, അഡ്വക്കേറ്റ് അഷ്റഫ് സാമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സിനിമാ പിന്നണി ഗായകൻ അഫ്സൽ നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി. അഴീക്കോട് മുനയ്ക്കൽ മുസ്ലിസ് ഡോൾഫിൻ ബീച്ച് ഫെസ്റ്റിനോടനുബന്ധിച്ച് കയ്പമംഗലം മണ്ഡലത്തിലെ മുഴുവൻ കിഡ്നി രോഗികൾക്കുമാണ് ഡയാലിസിസ് കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തത്. പെരിഞ്ഞനം CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാനുവിന്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരാണ് 283 കിഡ്നി രോഗികളെ രജിസ്റ്റർ ചെയ്തത്. ആസ്റ്റർ മെഡിസിറ്റിയും ഇന്റഗ്രേറ്റഡ് IT ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റിയും സംയുക്തമായാണ് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യുന്നത്. പുത്തൻപേടിക സെന്റ് ആന്റണീസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും ഉണ്ണി മിശിഹായുടെ ദർശനത്തിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ചുള്ള ദീപാലങ്കാരം സിറ്റോൺ കർമ്മം അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജിത് K നിർവഹിച്ചു. ഇവിടെ ക്ഷണിച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കുന്നു. ഒപ്പം അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഈ ഒരു കർത്തവ്യം നിർവഹിക്കുക എന്ന് പറയുമ്പോൾ മാനസികമായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ക്ഷണിതാവെന്ന നിലയ്ക്ക് അത് ഞാൻ താഴ്മയായി ഏറ്റെടുക്കുന്നു. അച്ഛൻ്റെ ഒരു തന്നെ അത് നിർവഹിക്കുന്നു. ഏവർക്കും തിരുനാൾ പുതുവത്സരാശംസകൾ നേരുന്നു. ടുത്തോളം ഈ 3 ദിവസങ്ങൾ വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസങ്ങളാണ്. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിൻ്റെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ഉണ്ണീശോയുടെ ദർശനത്തിൻ്റെയും സംയുക്തമായ തിരുനാൾ ആഘോഷം അതിൻ്റെ പൂർണ്ണതയിൽ ആഘോഷിക്കാനായിട്ട് നമ്മുടെ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, സഹവികാരി ഫാദർ ജോബിഷ് പാണ്ഡിയാമാക്കൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കോട്ടപ്പടി സെയിൻറ് ജോസഫ് ബാൻഡ് സെറ്റ് സംഘത്തിൻ്റെ ബാൻഡ് മേളം, ആട്ടം കലാസമിതിയുടെ ശിങ്കാരിമേളം എന്നിവയുടെ ഫ്യൂഷൻ പള്ളി അങ്കണത്തിൽ അരങ്ങേറി. പുത്തൻപേടിക സെന്റ് ആന്റണീസ് പള്ളിയിൽ സംയുക്ത തിരുനാളിന്റെ കൂട് തുറക്കൽ ഭക്തിസാന്ദ്രമായി. വിശുദ്ധ സെബാസ്ത്യനോസിന്റെ തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച നടന്ന വിശുദ്ധ കുർബാനയ്ക്കും കൂട് തുറക്കലിനും വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, ഫാദർ ജോബിഷ് പാണ്ഡിയാമാക്കൽ, ഫാദർ നൈജോ ചിറ്റിലപ്പള്ളി, ഫാദർ ജോസ് കണനാക്കൽ, ഫാദർ ജോബി ചെറിയത്ത്, ഫാദർ ആന്റണി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എല്ലാ കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാരുടെയും നേതൃത്വത്തിൽ അമ്പും വളയും കിരീടവും വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായി വന്ന് രൂപങ്ങൾ പ്രത്യേകം സജ്ജമാക്കിയ രൂപക്കൂടിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് യൂണിറ്റുകളിലേക്കുള്ള അമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ബുധനാഴ്ചയാണ് ഉണ്ണീശോയുടെ ദർശന തിരുനാൾ. രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ കുർബാന, ഉച്ചകഴിഞ്ഞ് 4:30 പ്രദക്ഷിണം, രാത്രി 7:30 നവവത്സര അമ്പ് എന്നിവ ഉണ്ടായിരിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവൻ KSSPU സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിലെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് തിരുവനന്തപുരത്ത് ഒരു ഓഫീസുണ്ട്. എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും ഓഫീസുണ്ട്. നിരവധിയായ ബ്ലോക്ക് കമ്മിറ്റികൾക്ക് ഓഫീസുണ്ട്. യൂണിറ്റ് കമ്മിറ്റികൾക്കും ഓഫീസുണ്ട്. അപ്പം അതിലൂടെ സ്വാതപ്രാസംഗികനൊക്കെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെയൊക്കെ ഉടമസ്ഥാവകാശം സംസ്ഥാന പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കുമാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം. ആ നിലയ്ക്ക് ഇതിൻ്റെ എല്ലാം നേര് പകുതി എനിക്ക് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ എനിക്ക് കൂടി അവകാശപ്പെട്ട ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഞാൻ പറഞ്ഞ കെട്ടിടങ്ങളിൽ, ബ്ലോക്ക് കെട്ടിടങ്ങളിൽ, ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തന്നെ വേറൊരു ബ്ലോക്കിലെ കെട്ടിട ഉദ്ഘാടനത്തിനെ സംബന്ധിച്ചായിരുന്നു. അത് കൊടകരയായിരുന്നു. അപ്പോൾ നല്ലൊരു ഓഫീസായിരുന്നു. നല്ല ഓഫീസ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ വിവിധ ബ്ലോക്ക് കമ്മിറ്റികളുടെ ഓഫീസുകളിൽ ഏറ്റവും നല്ല ഓഫീസാണ് ഞാൻ കൊടകരയിൽ ഉദ്ഘാടനം ചെയ്തത്. അത് ഞാൻ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒക്കെ നല്ല ഒരെണ്ണം കൊടകരയിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശിവരാം സംസ്ഥാന കമ്മിറ്റി അംഗത്തോട് പറഞ്ഞു, നിങ്ങളുടെ കൊടകരയിലെ കെട്ടിടത്തിനെ വെട്ടിയിട്ടാണ് അതൊരു അഭിമാനകരമായ. KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ, ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ, സംസ്ഥാന സെക്രട്ടറി A രാമചന്ദ്രൻ, BL ജയാനന്ദൻ, KV മെജോ ബ്രൈറ്റ്, KK ധർമ്മബാലൻ, KN വിമല, NR പ്രകാശൻ, NAP സുരേഷ് കുമാർ, MV ജയപ്രകാശൻ, NK ലോഹിതാക്ഷൻ, KS അജിത് കുമാർ, TK ഹരിദാസ്, PG പ്രസന്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, നാടൻപാട്ടുകൾ, സമൂഹഗാനം, കവിത, മാപ്പിളപ്പാട്ട്, സിനിമാ ഗാനം, കോമഡി ഷോ എന്നിവ നടന്നു. തൃപ്പയാർ നാട്ടിക മർച്ചന്റ് അസോസിയേഷന്റെ 50-ാം വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റ് ഡാലി ജെ തോട്ടുങ്ങൽ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. 50 വർഷം പിന്നിടുന്ന യൂണിറ്റുകൾ സംസ്ഥാനത്ത് തന്നെ വളരെ കുറവായിരിക്കും. കാരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപം കൊണ്ടിട്ട് 43 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ഏകോപന സമിതി എന്ന പ്രസ്ഥാനം രൂപമെടുക്കുന്നതിനും മുന്നേ രൂപം കൊണ്ടിട്ടുള്ള വ്യാപാരി സംഘടനയാണ് യഥാർത്ഥത്തിൽ തൃപ്രയാർ നാട്ടിക മർച്ചന്റ്സ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാലത്തെയും പ്രവർത്തനങ്ങളും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. മറ്റുള്ളവർക്ക് മാതൃകയാകാവുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും തൃപ്രയാർ നാട്ടിക മർച്ചന്റ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് അത്ഭുത കച്ചവടത്തെ കുടിയൊഴിപ്പിച്ചത്, അല്ലേ? മഹാത്ഭുതം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ സാധനം വരാം. തെരഞ്ഞെടുപ്പിന് ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ നേതൃത്വം നൽകി. ഭദ്രം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്നവരുടെ ആശ്രിതർക്കുള്ള മരണാനന്തര സഹായം 10 ലക്ഷം രൂപ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KV അബ്ദുൽ ഹമീദിന് സ്വീകരണവും നൽകി. ജനറൽ സെക്രട്ടറി PK സമീർ, ട്രഷറർ സുരേഷ് ഇയാനി, വൈസ് പ്രസിഡന്റ് MS ബാബു എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് ഡാലി ജെ തോട്ടുങ്ങൽ, ജനറൽ സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ CI ആന്റണി, വൈസ് പ്രസിഡന്റ് MS ബാബു, ജോയിന്റ് സെക്രട്ടറി KR ഷൈരൻ എന്നിവരെ തിരഞ്ഞെടുത്തു.
ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS സപ്തദിന ക്യാമ്പ് യുവ 2024 സമാപിച്ചു. കാരമുക്ക് SNGS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമാപന ചടങ്ങ് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കവിത ബാലകൃഷ്ണൻ അധ്യക്ഷയായി. സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് നൈസൺ പൗലോസ്, മണലൂർ പഞ്ചായത്ത് അംഗം ധർമ്മൻ പറത്താട്ടിൽ, കാരമുക്ക് SNM HSS പ്രിൻസിപ്പാൾ പ്രീത P. രവീന്ദ്രൻ, PTA പ്രസിഡന്റ് ഷൈൻ വാസ്, ആന്റണി ഹണി K. നന്ദകുമാർ, ശ്വേത വാസുദേവൻ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ പാലാഴി 1-ാം വാർഡിലെ വാർഡ് മെമ്പർ രതീഷ് കൂനത്തിന്റെ നേതൃത്വത്തിൽ 2024 നവീകരിച്ച റോഡുകളുടെയും 2 പുതിയ റോഡുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. തോപ്പിൽ സ്ട്രീറ്റ് റോഡ് ജോസഫ് തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു. നേതാജി റോഡ്, വിവേകാനന്ദ റോഡ്, അനുപമ അംഗനവാടി റോഡിന്റെയും ഉദ്ഘാടന കർമ്മം വാർഡ് മെമ്പർ രതീഷ് കൂനത്ത് നിർവഹിച്ചു. വാർഡ് കൺവീനർ ജനു ചേന്നാട്ട്, ശരത് കുറുവങ്ങാട്ടിൽ, ലിതീഷ് വടശ്ശേരി, മഹേഷ് പൊടിയാട്ടിൽ, ചന്ദ്രൻ കാരാമാക്കൽ, പ്രതാപൻ കൂനത്ത്, പ്രജോദ് കാരയിൽ, അമിത് വട്ടപ്പറമ്പിൽ, വിപിൻ കുറ്റിയിൽ, ഷിജുട്ടൻ പ്ലാവളപ്പിൽ, സുധീഷ് വാലപ്പറമ്പിൽ, രാജൻ കുറ്റിയിൽ, ഷാജു മടത്തിപ്പറമ്പിൽ, അഖിലേഷ് ഏറാട്ട്, പ്രബീഷ് വിളക്കേത്ത്, ചന്ദ്രൻ കണ്ണമ്പറമ്പിൽ, രാജീവ് അമ്മാത്ത്, മിഷ രതീഷ്, സന്ധ്യ വട്ടപ്പറമ്പിൽ, നിർമ്മല രാജൻ എന്നിവർ സംസാരിച്ചു. സഹപ്രവർത്തകരുടെ സഹായത്തോടു കൂടി ഒരു ദിവസം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഒരു 10-30ഓളം നമ്മുടെ പ്രവർത്തകർ വന്ന് കഷ്ടപ്പെട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത്. വളരെയധികം സന്തോഷമുണ്ട് ഇവരെല്ലാവരോടും. ഈ വേളയിൽ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഞാൻ മെമ്പറായതിനു ശേഷം ഇവിടെ നമ്മുടെ അംഗനവാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൈലിൻ്റെ വർക്ക് നടന്നു. ഫ്രണ്ടിൽ ഷീറ്റ് അടിച്ചു. ഇപ്പോൾ റോഡിൻ്റെ മതിൽക്കെട്ട് 2 സൈഡ് പണിയും അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. വാടനപ്പള്ളി മുല്ലപ്പള്ളി കരിപ്പാടത്ത് ക്ഷേത്രത്തിൽ മഹാഗുരുവിന്റെ ഫോട്ടോയും ആപ്തവാക്യ വെങ്കല ഫലക സമർപ്പണവും നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി ഗുരുദേവന്റെ ഛായാചിത്രം അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. ക്ഷേത്ര സെക്രട്ടറി KS ദീപൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. ധർമ്മദൈവ സന്നിധിയിൽ നിന്നും ക്ഷേത്രം മേൽശാന്തി പ്രബീഷ് പകർന്നു നൽകിയ ദീപം KK പുഷ്പരാജനും KK വാസനും ചേർന്ന് ഗുരുസന്നിധിയിലെ ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രത്തിലേക്ക് വഴിപാടായി നൽകിയ KK സുരേഷ് ബാബു മഹാഗുരുവിന്റെ ഫോട്ടോയുടെയും ആപ്തവാക്യ വെങ്കല ഫലകത്തിന്റെയും സമർപ്പണം നിർവഹിച്ചു. KS വസുധരൻ, ജെസ്സി സതീശൻ, KK പ്രഭാകരൻ, ലക്ഷ്മികാന്തൻ, KA പ്രദീപ്, KK മോഹനൻ, KPR സതീശൻ, KA മോഹനൻ, ബലരാമൻ, KG നാരായണദാസ്, സോമൻ ബ്രാരത്ത്, ശോഭ വസുധരൻ, സുനില കൃഷ്ണമൂർത്തി, ഷൂബി ബാബു, KS സുനിൽ ശാന്തി, സുദേവൻ മഞ്ഞിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി പ്രബീഷ് ഗുരുപൂജയും വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ കൃതികളുടെ പാരായണവും നടന്നു. ക്ഷേത്രം ഊട്ടുപുരയിൽ അന്നദാനവും ഉണ്ടായിരുന്നു. വരും തലമുറയ്ക്ക് ഗുരുദേവ ദർശനം വഴികാട്ടിയാക്കി നിൽക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെയൊക്കെ പിതൃക്കളുടെ സ്മരണാർത്ഥമാണ് ഞങ്ങളുടെ ധർമ്മദൈവ ആസ്ഥാനത്ത് ഇങ്ങനെ ഗുരുദേവൻ്റെ ഛായാചിത്ര ഇന്ന് അനാച്ഛാദനം ചെയ്യപ്പെട്ടത്. പുതിയ തലമുറയ്ക്ക് ഗുരുദേവൻ കാട്ടിയ വഴികാട്ടികൾ എന്നും നിലനിൽക്കണം. എപ്പോഴും ഗുരുദേവനാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും ഗുരുദേവ ദർശനമാണ് ഏറ്റവും പ്രധാനം. കഴിമ്പ്രം തീരോത്സവത്തിൽ കൊച്ചിൻ പാണ്ഡവാസിന്റെ നാടൻ പാട്ടും നാടൻ കലാരൂപങ്ങളുടെ ദൃശ്യാവിഷ്കാരവും നടന്നു. വൈകിട്ട് നടന്ന ഉദ്ഘാടന സമ്മേളനം ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഞെട്ടല് മാറാതെയാണ് നമ്മൾ നിലകൊള്ളുന്നത്. വയനാട്ടിലെ വലിയ ദുരന്തം അതിപ്പോഴും നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും വലിയ മറവിയുള്ളൊരു മൃഗം മനുഷ്യനാണ് എന്നുള്ളതുകൊണ്ട് നമ്മളതൊക്കെ മറക്കും. അല്ല, നമുക്കങ്ങനെ മറന്നാലല്ലേ ജീവിക്കാനും കഴിയുക. എല്ലാ ദുഃഖങ്ങളും ഇങ്ങനെ എപ്പോഴും ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പോലും കഴിയില്ല. എങ്കിലും മറക്കാൻ കഴിയാത്തതും ഓർക്കാൻ പ്രയാസപ്പെടുന്നതുമായ ഒരു പക്ഷേ നമ്മളൊന്നും കേൾക്കാത്തതും കാണാത്തതുമായ ഒരു വലിയ ദുരന്തം കഴിഞ്ഞ് അതിൻ്റെ എല്ലാം സങ്കടങ്ങൾ കെട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു പുതിയ വർഷത്തെ മലയാളി പ്രതീക്ഷിക്കുകയാണ്. മലയാളി മാത്രമല്ല, ലോകമാകെ പ്രതീക്ഷിക്കുക.
ശ്രേയസ് രാമചന്ദ്രൻ അധ്യക്ഷനായി. PS ഷജിത്ത്, അസീസ് പൂറക്കുളം, TP ഹനീഷ് കുമാർ, പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, ഷിബു നടിയിരിപ്പിൽ, ചിദംബരൻ വെള്ളക്കാട്ട്, സുധീഷ് എന്നിവർ സംബന്ധിച്ചു. കഴിമ്പ്രം സ്വദേശിയായ 24 ന്യൂസ് റിപ്പോർട്ടർ ശ്രീനിത കൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കൊച്ചിൻ പാണ്ഡവാസിന്റെ നാടൻപാട്ടും നാടൻ കലാരൂപങ്ങളുടെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ജനുവരി 1 ബുധനാഴ്ച തിറവെള്ളാട്ട് മഹോത്സവം. നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് ജനുവരി 2 രാവിലെ 8 മണിക്ക് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ KK വിഷ്ണു ഭാരതി സ്വാമികളുടെ ആശീർവാദത്തോടെ തിരിതെളിയുമ്പോൾ പ്രശസ്ത സിനിമാ സീരിയൽ താരം ശ്രീലക്ഷ്മി മുഖ്യാതിഥിയായി എത്തുന്നു. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ, മൈ സ്റ്റോർ 5ാം വർഷത്തിലേക്ക്. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് എന്തിനു കാത്തിരിക്കണം? അതിലും വിലക്കുറവിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകാം സ്മാർട്ട് ഫോണുകൾ, മൊബൈൽ ആക്സസറീസ്, ഒപ്പം നിരവധി സമ്മാനങ്ങളും. നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ ചെറിയ മാസത്തവണയിൽ, അതും പലിശയില്ലാതെ. ഫോണിലെ ഡാറ്റ ഒന്നും നഷ്ടമാകാതെ നിങ്ങളുടെ മുന്നിൽ വെച്ചു തന്നെ റിപ്പയർ ചെയ്തു നൽകുന്നു. ഫോൺ ഏതുമാകട്ടെ, ഞങ്ങളുടെ സേവനം നിങ്ങൾക്ക് മുന്നിൽ. മൈ സ്റ്റോർ ഇനി എന്നും നിങ്ങളോടൊപ്പം. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ. 1 പവൻ സ്വർണം വാങ്ങുന്നവർക്ക് പട്ടുസാരി, ചുരിദാർ സമ്മാനം. ഓരോ പർച്ചേസിനും ഒട്ടനവധി സമ്മാനങ്ങൾ. എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലിയിൽ ഇളവുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. ഏത് ഷോപ്പിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുവാനും ക്യാഷ് ആക്കുവാനും സൗകര്യം. 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. 5 പവൻ മുതലുള്ള കല്യാണ സെറ്റുകൾ ഹോൾസെയിൽ വിലയിൽ. 18 കാരറ്റ് ആഭരണങ്ങളുടെ പ്രീമിയം കളക്ഷൻസ്. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ബേബി കളക്ഷൻസ്, ചെയിൻ, വള, അരഞ്ഞാണം, പാദസ്വരം മൊത്തം 1 പവനിൽ. AJ Gold and Diamonds, തൃപ്രയാർ ജംഗ്ഷൻ. ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ജ്വല്ലറി. 916 ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ഫോൺ 6. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി.
തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ജനുവരി 4-ന് വൈകിട്ട് 6 മണിക്ക് റാപ്പ് മ്യൂസിക് രംഗത്തെ യുവതലമുറയുടെ ഹരമായ എസ്.എ, ബേബി ജീൻ, MHR, MC കൂപ്പർ എന്നിവർ ആസ്വാദകരെ ത്രസിപ്പിക്കാൻ, ഹരം കൊള്ളിക്കാൻ കേരളക്കരയിൽ ഒരു വേദിയിൽ ആദ്യമായി ഒന്നിക്കുന്നു. കാനാടിക്കാവിന്റെ മെഗാ മ്യൂസിക് നൈറ്റ് പ്ലാറ്റ്ഫോമിൽ ജനുവരി 5-ാം തീയതി വൈകിട്ട് 6:30-ന് കാനാടിക്കാവ് മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. താന്യം ഗ്രാമപഞ്ചായത്തിലെ കിഡ്നി ക്യാൻസർ ബാധിതരായ നിർധന രോഗികൾക്ക് പ്രതിമാസം നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനായുള്ള കാനാടിക്കാവ് സാന്ത്വനം പദ്ധതി പ്രഖ്യാപനവും മറ്റ് ചാരിറ്റബിൾ സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു. അന്നേ ദിവസം രാത്രി 7 മണിക്ക് AR റഹ്മാന്റെ ശിഷ്യനും തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ സൂപ്പർ സിംഗറുമായ നരേഷ് അയ്യരുടെ നേതൃത്വത്തിൽ മലയാള ചലച്ചിത്രഗാന രംഗത്തെ യുവതരംഗമായ നിത്യ മാമൻ, അമൃത സുരേഷ്, അപർണ, മാധവ് നായർ എന്നിവർ ചേർന്നൊരുക്കുന്ന സംഗീത നിശ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം, ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ, പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില, പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു, വേദനയില്ലാതെ കാതുകുത്തുന്നു. 26-ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഹായ്, അശിക ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇന്ന് പോയില്ലടോ, ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറിയിലാ. ഏത് ജ്വല്ലറിയാ? ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. ആ, ഇഷാര. ഓക്കെ, ബൈ ഐഷ, കാണാം. ആ, ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിലാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സും ഗിഫ്റ്റും തമ്മിലൊരു ബന്ധമില്ല, മാച്ച് ആവണ. അതാണോ? ഐഷ, ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇവിടെ നമ്മൾ 4 ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ പർച്ചേസിനും നമുക്ക് ഇതിന് കാർഡ് ചൂസ് ചെയ്യാം. അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗ്യം അനുസരിച്ച് നമുക്ക് വമ്പൻ സമ്മാനങ്ങൾ നേടാൻ സാധിക്കും. കൂടാതെ 2024 ഡിസംബർ 20 മുതൽ 2025 ജനുവരി 31 വരെയുള്ള ലക്കി ഡ്രോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പൻ സമ്മാനമായ ഈ ഡയമണ്ട് നെക്ലേസ് ആണ്. തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. 9-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം. രാത്രി 9 മണിക്ക് പഞ്ചവാദ്യം, ശിങ്കാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ 1-ാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും. തിറവെള്ളാട്ട് ദിവസമായ
ജനുവരി 10 വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് 100-ൽ പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പഞ്ചാരി മേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു. 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മപ്രധാനമായ രൂപക്കളം തൊഴൽ. ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണി. വാർത്തകൾ തുടരുന്നു. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ രാജ്യസഭയിൽ പരസ്യമായി അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കെതിരെ PKS മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം PKS ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് PK ബിന്ദു ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, VV സജീന്ദ്രൻ, കൃഷ്ണൻ തുപ്പത്ത്, TK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഫാർക്ക റൂറൽ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, ഡയറക്ടർ KK ജിനേന്ദ്ര ബാബു, ഡയറക്ടർ അനിൽകുമാർ, ബാങ്ക് സെക്രട്ടറി അസിസ്റ്റന്റ് രജിസ്ട്രാർ PC ഫൈസൽ എന്നിവർ സംസാരിച്ചു. സമന്വയ സഹകരണ മാർട്ടിൽ പുതുവർഷത്തോടനുബന്ധിച്ച് 25% വരെ വിലക്കിഴിവ് ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. കുറഞ്ഞ വാടകയിൽ എയർ കണ്ടീഷൻ ചെയ്ത ഹാൾ വാടകയ്ക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് സ്റ്റേഷൻ ബാങ്ക് അങ്കണത്തിൽ പ്രവർത്തനക്ഷമമാണെന്നതും പ്രസിഡന്റ് അറിയിച്ചു. രൂപയുടെ വായ്പ ഇതിനകം നമ്മുടെ ബാങ്ക് വിതരണം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ബാങ്കിൽ നിന്ന് മറ്റ് ബാങ്കുകളിൽ 108,37,00,000 രൂപ നിക്ഷേപമുണ്ട്. ഇത്തരത്തിലുള്ള അഭിമാനകരമായ നേട്ടങ്ങൾ ഉള്ളപ്പോൾ തന്നെ വായ്പ എടുക്കുന്നവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിൽ വലിയ പരിമിതി മറ്റ് എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ളതുപോലെ നമ്മുടെ ബാങ്കിലും അത് വർദ്ധിച്ചു വരികയാണ്. ഇന്ന് 34% കുടിശ്ശിക നമ്മുടെ ബാങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ഭരണസമിതി അത് പരിഗണിക്കുകയും അത് DYFI വലപ്പാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള പൊതിച്ചോർ വിതരണം 16-ാം ഘട്ടത്തിലേക്ക്. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിയാണ് 16-ാം ഘട്ടത്തിലെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്നത്. പൊതിച്ചോർ വിതരണം CPM വലപ്പാട് ലോക്കൽ സെക്രട്ടറി KK തോമസ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം VR ബാബു പൊതിച്ചോർ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. DYFI മേഖലാ സെക്രട്ടറി അരുൺ ശിവജി അധ്യക്ഷത വഹിച്ചു. DYFI മേഖലാ പ്രസിഡന്റ് അമൽ T പ്രേമൻ, അഞ്ജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് മെഡിക്കൽ കോളേജിലെത്തി പൊതിച്ചോറുകൾ വിതരണത്തിന് ശേഷം DYFI പ്രവർത്തകർ രക്തദാനവും നൽകി. DYFIയുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള വയറെരിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ ഹൃദയപൂർവ്വം എന്ന പദ്ധതി 16-ാം ഘട്ടത്തിലേക്ക് കടക്കുക. വലപ്പാട് മേഖലാ കമ്മിറ്റി വളരെ തന്മയത്വത്തോടുകൂടി ഈ പ്രവർത്തനം കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ വളരെ തന്മയത്വത്തോടുകൂടി നിർവഹിക്കപ്പെട്ടിരിക്കുക. വളരെ വലിയൊരു ലക്ഷ്യമാണ് DYFI ഈ ദൗത്യത്തിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, വയറെരിയുന്നവരുടെ അവിടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജിൽ കൂടെ ഇരിക്കുന്നവരും അതുപോലെ തന്നെ രോഗികൾക്കും വേണ്ടി ഈ ഭക്ഷണം കാത്തിരിക്കുന്നവരുടെ അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള എൻ്റെ DYFI സഖാക്കളെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. വിളമ്പത്ത് കുടുംബ കൂട്ടായ്മയുടെ ഒത്തുചേരൽ സമന്വയം 2024 ചന്ദ്രപിന്നി AMLP സ്കൂളിൽ നടന്നു. കൂട്ടായ്മ രക്ഷാധികാരികളായ വിളമ്പത്ത് അശോകനും നാരായണനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പ്രവീൺ വിളമ്പത്ത് അധ്യക്ഷനായി. 80 വയസ്സിന് മുകളിലുള്ള കാരണവന്മാരെ കൂട്ടായ്മ ആദരിച്ചു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവ് അജീത പ്രദീപിനെയും ചന്ദ്രയാന്റെ ഫ്ലക്സ് സീൽ ഡിസൈൻ ചെയ്ത ശിവരാമൻ വിളമ്പത്തിനെയും ചടങ്ങിൽ അനുമോദിച്ചു. സെക്രട്ടറി ശങ്കരൻ വിളമ്പത്ത്, മംഗളാനന്ദൻ വിളമ്പത്ത്, പ്രദീപ് വിളമ്പത്ത്, മുരളീധരൻ വിളമ്പത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
നെല്ലിപ്പറമ്പിൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ആലപ്പാട് ശ്രീനാരായണ ഹാളിൽ നടന്നു. നെല്ലിപ്പറമ്പിൽ ഫാമിലി വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് NV ഹരിദാസ് അധ്യക്ഷനായി. സെക്രട്ടറി NS സത്യശീലൻ സംസാരിച്ചു. 80 വയസ്സിന് മേലെയുള്ള മുതിർന്നവരെ ആദരിക്കുകയും മികച്ച മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടത്തി. 300-ൽ പരം കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. വാർഷിക പൊതുയോഗത്തിന് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കോഴി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ് അധ്യക്ഷനായി. ഒരു ഗുണഭോക്താവിന് 45 ദിവസം പ്രായമുള്ള 10 കോഴിക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. ആദ്യഘട്ടമായി 150 ഗുണഭോക്താക്കൾക്കാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, വനിതകളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ബ്ലോക്ക് മെമ്പർ കല, വാർഡ് മെമ്പർ CK ഷിജി എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി ഡോക്ടർ ആര്യ പദ്ധതി വിശദീകരണം നടത്തി. നമുക്ക് ഇത്തവണ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ബാനറുകളിലും ഇതിലൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കോഴി വിതരണം ആദ്യഘട്ടമെന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതോടുകൂടി അവസാനിക്കുന്നില്ല എന്നാണ് അർത്ഥം. നമ്മളിത് പല ഘട്ടങ്ങളായി 2 or 3 ഘട്ടങ്ങളായി എല്ലാ ഗുണഭോക്താക്കൾക്കും, അപേക്ഷിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും കോഴികളെ വിതരണം ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നമ്മൾ എല്ലാ വർഷവും എല്ലാ ഗുണഭോക്താക്കൾക്കും കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കൂടുതൽ ഫണ്ട് വെക്കുകയും ഗുണഭോക്താക്കളെ കിട്ടാത്തൊരവസ്ഥ വന്നു. ആളുകളെ കിട്ടാതെ അവസാനം ഞങ്ങൾ വാർഡ് മെമ്പർമാർ വീണ്ടും അന്വേഷിച്ചിറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. ഗ്രാമസഭകളിൽ അപേക്ഷ കുറയുകയും ഫണ്ട് കൂടുതലായിട്ട് വരികയും ചെയ്തപ്പോൾ വീണ്ടും ഗുണഭോക്താക്കളെ അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് കോഴി വിതരണം ചെയ്യേണ്ടി വന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി പ്രകാരം 30 അംഗൻവാടികൾക്ക് കളി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, ഷിനി സതീഷ്, സജീഷ് സത്യൻ, ഹേന രമേശ്, ഷൈജ ഷാനവാസ്, AV ഗിരിജ, ICDS സൂപ്പർവൈസർ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് നവവത്സരാഘോഷം സംഘടിപ്പിച്ചു. പെരിഞ്ഞനത്തെ DK സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളോടൊപ്പമാണ് ഇത്തവണ വ്യാപാരികൾ നവവത്സരാഘോഷം സംഘടിപ്പിച്ചത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ കേക്ക് മുറിച്ച് പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് പ്രസിഡന്റ് KK ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശരത് ചന്ദ്രൻ, ഫാത്തിമ ഇബ്രാഹിം, KO ആന്റണി, പ്രസന്നൻ പറമ്പറമ്പിൽ, VK സദാനന്ദൻ, KV വിജയകുമാർ, DK സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ഷൈനി ഹരിലാൽ, മാനേജർ MT ഷീര എന്നിവർ സംസാരിച്ചു. അല്ലെങ്കിൽ പരിമിതികളുള്ള ഈ കുട്ടികളെ
ഇത്രയും കെയറോടുകൂടി നോക്കുക എന്ന് പറയുന്ന നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലെ 1-2 കുട്ടികളെ നമ്മൾ നോക്കുന്നത്, അതും എല്ലാവിധ കഴിവുകളുമുള്ള കുട്ടികളെ നമ്മൾ നോക്കുന്നത് തന്നെ വളരെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്പെഷ്യലായിട്ടുള്ള ഈ കുട്ടികളെ നോക്കുന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ അവരെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത് അവർ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഉത്തരവാദിത്തമുള്ളതും ബുദ്ധിമുട്ടേറിയതുമായ കാര്യമാണ്. മാത്രമല്ല വളരെയധികം സഹിഷ്ണുതയോടുകൂടി മാത്രമേ നമുക്ക് ഈ കുട്ടികളെ നമുക്ക് അവരുമായിട്ട് സംവദിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും കഴിയും. അത് ഒരു പ്രത്യേകം ഒരു കഴിവാണ്. അത്തരം ആൾക്കാർക്ക് മാത്രമേ അത് കഴിയൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ കുട്ടികളോടൊത്ത് ഇങ്ങനെ ഒരു ആഘോഷം ഇവിടെ സെൻട്രൽ ലബോറട്ടറീസ് വാടനപ്പള്ളിയുടെ വാർഷികാഘോഷം നടന്നു. കാഞ്ഞാണി സെൻട്രൽ ലബോറട്ടറി അങ്കണത്തിൽ വെച്ച് നടന്ന വാർഷികാഘോഷത്തിൽ 11 ബ്രാഞ്ചുകളിൽ നിന്നായി 150ഓളം ജീവനക്കാർ പങ്കെടുത്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു സ്ഥാപനം പടുത്തുയർത്തുമ്പോൾ ആ സ്ഥാപനം എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കണം, അതിനെക്കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ വളരെ ചുരുക്കത്തിൽ ഒന്ന് വലിച്ചു കാട്ടി, അല്ലെങ്കിൽ വരച്ചു കാട്ടി. എനിക്ക് തോന്നുന്നു എന്തിനാണ് സ്ഥാപനം കാഞ്ഞാണിയിലെ അല്ലെങ്കിൽ ഉടലെടുത്തിട്ടുള്ളത്. ആ സ്ഥാപനം ഉടലെടുക്കുമ്പോൾ അത് ജനങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സേവനങ്ങളൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കുമ്പോൾ, ഞാൻ ചുമ്മാ ഇവിടെ വരുമ്പോൾ എന്ത് പറയണമെന്ന് നോക്കുമ്പോൾ, സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഡാറ്റ ഒന്നും കയ്യിലില്ല. ഞാൻ ചുമ്മാ നെറ്റെടുത്ത് നോക്കി. അപ്പോൾ ചുമ്മാ നെറ്റെടുത്ത് നോക്കിയപ്പോൾ ഇവിടെ ഏകദേശം ഒരു 24ഓളം സ്ഥാപനങ്ങൾ തൃശ്ശൂർ, ആലപ്പുഴ, എറണാകുളം ജില്ലയിൽ, കോട്ടയം ജില്ലകളിലായിട്ട്, ഇതിൻ്റെ ഹെഡ് ഓഫീസ് വാടാനപ്പള്ളിയിലായിട്ട് 24 സ്ഥാപനങ്ങൾ. അപ്പോൾ 24 സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് വാടാനപ്പള്ളിയിൽ. പക്ഷെ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് കാഞ്ഞാണിയിൽ നിൽക്കുന്ന ഈ സ്ഥാപനം അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള സേവനങ്ങൾ നൽകി എന്നതിനെ കുറിച്ചിട്ട് വളരെ സവിസ്തരം അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. സെൻട്രൽ ലാബോറട്ടറീസ് മാനേജിംഗ് ഡയറക്ടർ KS അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ദീപ്തി അഭിലാഷ്, TG സച്ചിത്ത്, അരവിന്ദ്, ദീപക് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ഡാൻസ്, സ്കിറ്റ്, ഡ്രാമ എന്നിവയും അവതരിപ്പിച്ചു. നമുക്കൊരാനന്ദ കല്യാണം മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വീട്ടിൽ വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ ഞാൻ വാടനപ്പള്ളി മദർ ഇംഗ്ലീഷ് സ്കൂളിൽ വാർഷികാഘോഷവും കിഡ്സ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മിഷൻ മാനേജറുമായ PK സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഈ 2024 അധ്യയന വർഷം തുടങ്ങിയതിനു ശേഷം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 180-ലധികം വിദ്യാർത്ഥികൾ 14 ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 180-ലധികം വിദ്യാർത്ഥികൾ, നിർഭാഗ്യമെന്ന് പറയട്ടെ ആ കൂട്ടത്തിൽ പെൺകുട്ടികൾ വരെ ഉണ്ട് എന്നുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. 150-ലധികം വിദ്യാർത്ഥികൾ ലഹരിക്കടത്തിന്
മയക്കുമരുന്ന് കൈവശം വെച്ചതിന്, സൂക്ഷിച്ചതിന്, ഉപയോഗിച്ചതിന്, വിൽക്കാൻ ശ്രമിച്ചതിന്, അതിന് ഒത്താശ ചെയ്തതിന് 150-ലധികം വിദ്യാർത്ഥികൾ കേരളത്തിലെ 14 ജില്ലകളിൽ ജയിൽ ശിക്ഷ കാത്തു കിടക്കുകയാണ്. നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. എന്നാൽ ആ സ്ഥാനം ഇന്ന് കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മദർ ജനറൽ സെക്രട്ടറി സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ സെയ്ദ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. അറബിക് HOD മുസ്തഫ സഖാഫി, PTA പ്രസിഡന്റ് AT റഫീഖ്, വൈസ് പ്രിൻസിപ്പൽ രാധ, കോർഡിനേറ്റർ രേഖ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ സമ്മാനദാനവും കലാപരിപാടികളും അരങ്ങേറി. വാടനപ്പള്ളി നവധാര ഏംഗൽസ് നഗർ ഗോകുൽ മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, TSGA വൈസ് ചെയർമാൻ CM നൌഷാദ്, പൊതുപ്രവർത്തകനായ TA ഷാജുദ്ദീൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. 16 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ടീം ടോം ആൻഡ് ജെറി ചാമ്പ്യന്മാരായി. FC ബോങ്കോ 2ാം സ്ഥാനം നേടി. റഫറി ഫഹദിനെ ചടങ്ങിൽ ആദരിച്ചു. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ടോം ആൻഡ് ജെറി ടീമിലെ അമ്പാടിയെയും മികച്ച ഗോൾ കീപ്പറായും ഫൈനലിലെ മികച്ച താരമായും ഗോൾ കീപ്പർ ഹരിശാന്തിയെയും തെരഞ്ഞെടുത്തു. മികച്ച പ്രതിരോധ താരമായി FC ബോങ്കോയിലെ ശ്രീരാഗും അർഹനായി. മണപ്പാട് കലാസമിതി ടൂർണമെന്റിലെ ഫെയർ പ്ലേ അവാർഡ് നേടി. ക്ലബ്ബ് ഭാരവാഹികളായ മിഥുൻ, നവാസ്, അഭിജിത്ത്, അഭയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. താന്നി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി എൻ്റെ വീട്ടിലും കണിവെള്ളരി എന്നതിന് തുടക്കമായി. വിഷുവിന് വാർഡിലെ എല്ലാ വീടുകളിലും ജൈവ കണിവെള്ളരി ഉണ്ടാക്കുന്നതിനായി വിത്ത് വിതരണം ആരംഭിച്ചു. വിതരണോദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ സുശീല രാജൻ, അംഗൻവാടി അധ്യാപകരായ സതി രംഗൻ, അഞ്ജു KB, ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ, രേണുക റിജു, അന്ന റോസ് എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. മാസ്കെ 25 മിനറൽ വാട്ടർ പുറത്തിറക്കി. സോഡ ഉൽപ്പാദന വിതരണ രംഗത്തെ ചെറുകിട തൊഴിൽ സംരംഭകർ ചേർന്ന് പുറത്തിറക്കുന്ന മാസ്കെ 25 മിനറൽ വാട്ടറിന്റെ ലോഞ്ചിംഗ് നടന്നു. അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ ഈ സംരംഭം എന്തുകൊണ്ടും ഗുണകരമായ ഒരു കാര്യമാണ്. ഞാൻ കടക്കുന്ന വളരെ വഴിയാണ് കൊണ്ടിരിക്കുന്നത്. ഇത് പോകുന്നതാണ്. ഈ മാസത്തെ മിനറൽ വാട്ടറിൻ്റെ ഈ ലോഞ്ചിങ് കർമ്മം നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭം വളരെ ഗുരുതരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ധൈര്യമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷത്തോടെ നന്ദി. നമസ്കാരം. മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ഓഫ് സോഡ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കേരള തൃശൂർ ജില്ലാ പ്രസിഡന്റ് തോമസ് KO അധ്യക്ഷത വഹിച്ചു.
അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, മാസ് കേരള പാലക്കാട് ജില്ലാ സെക്രട്ടറി സാദിഖ് അലി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ചെറുകിട തൊഴിൽ സംരംഭകർ നേരിടുന്ന വിപണി മാന്ദ്യം അടക്കമുള്ള പ്രതിസന്ധികൾ അതിജീവിക്കാൻ വേണ്ടിയാണ് പാക്ക് ചെയ്തെത്തുന്ന ശുദ്ധമായ കുടിവെള്ളം കുപ്പികളിലാക്കി അംഗങ്ങൾ തന്നെ കടകളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നത്. എറണാകുളം ജില്ലയിലുള്ള പ്ലാന്റിൽ നിന്നാണ് വെള്ളം എത്തിക്കുന്നത്. മാസ് കേരള തൃശൂർ മേഖലാ സെക്രട്ടറി ഗിരീഷ് KS, ട്രഷറർ ചിത്രാംഗദൻ, റോയ് തൃശൂർ, ആൻഡോ പുത്തൻപീടിക തുടങ്ങിയവർ സംസാരിച്ചു. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ നാട്ടിക പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ചാഴൂർ ഗ്രാമീണ നാടകവേദിയുടെ നാടകോത്സവം സമാപിച്ചു. അഴീക്കോട് മുനയ്ക്കൽ മുസ്ലിസ് ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഡയാലിസിസ് കിറ്റ് വിതരണവും സാംസ്കാരിക സമ്മേളനവും നടത്തി. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മയുടെയും നല്ലൊരു പുതുവത്സരം എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമസ്കാരം.